ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുക. വരുന്ന 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം നടക്കാൻ സാധ്യതയുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ജോൺ സോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര രൂപ ലഭിക്കുമെന്നാണ് ചോദ്യം. അതായത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ ക്രമത്തിലുള്ള തുക കാണാൻ വേണ്ടി ഒരു ഫോർമുല ഉണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതായത് കൂട്ടുപലിശ, അതിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. അപ്പോൾ 3 വർഷത്തിന് ശേഷം ആയാലും 2 വർഷത്തിന് ശേഷം ആയാലും എത്ര ആയാലും അത് കാണാനൊരു ഫോർമുല ഉണ്ട്. എ, അതായത് 3 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം കിട്ടുന്ന തുക, അതാണ് എ. എ ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 n എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ എണ്ണം. ഇവിടെ എത്ര വർഷമാണ്? 3. n വർഷങ്ങളുടെ എണ്ണം. പി ആദ്യം കൊടുത്ത ആ തുക, അതായത് 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ. ഇനി പലിശ നിരക്കാണ് ആറെന്ന് പറയുന്നത്. ആറെന്ന് പറയുന്നത് 5%. 6/100 എന്ന് പറഞ്ഞാൽ 5/100. അപ്പം നമുക്കിത് കാണാം. സമം ഇവിടെ പി ഉണ്ട്. പി എത്രയാണ്? ഇതിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 3 വർഷത്തിന് ശേഷം കിട്ടുന്ന തുക കാണാനുള്ള ഫോർമുലയാണിത്. എ ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 എ എന്ന് പറയുന്നത് 3 വർഷമോ 2 വർഷമോ എത്ര ആയാലും ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം അതിന് ശേഷം കിട്ടുന്ന ലാസ്റ്റിൽ പലിശ അടക്കം കിട്ടുന്ന തുകയാണ്. കൂട്ടുപലിശ അടക്കം കിട്ടുന്ന തുകയാണ്. അതായത് എ സമം പി ഇവിടെ എത്ര? 6 ലക്ഷം ഇൻറ്റു 1 + ഈ ഫോർമുലയിൽ തന്നിരിക്കുന്ന ചോദ്യത്തിലെ കാര്യങ്ങളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വിവരങ്ങൾ. 6/100 അതായത് 5/100 വർഷങ്ങളുടെ എണ്ണം 3. അതായത് സമം 6 ലക്ഷം ഇൻറ്റു 1 + 5/100 എന്ന് പറഞ്ഞാൽ 105/100 വരും. അതായത് 1 × 100 + 5/100 ഹോൾ ക്യൂബ് എന്ന് വരും. അതായത് 6 ലക്ഷം ഇൻറ്റു 1 × 100 100 100 + 5 105 105/100 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 105/100 ഇൻറ്റു 105/100 ഇൻറ്റു 3 തവണ ഗുണിക്കുക. ഹോൾ സ്ക്വയർ ആണ് 2 തവണ ഗുണിക്കുക. ഈ 0 ക്യാൻസൽ ആക്കാല്ല. 2 2 2 2 2 2. ഇനി നമുക്കിവിടെ 2 വെച്ച് കട്ട് ചെയ്യാം. 2 3 6 2 5 10. ഇനി 105ഉം 5ഉം കൂടെ കട്ട് ചെയ്യാം. അതായത് 21 ഇൻറ്റു 3 ഇൻറ്റു 105² നമുക്ക് എന്ത് കിട്ടും? 6,94,575 കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് 3ഉം കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് ജോൺ സോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 3 വർഷത്തിന് ശേഷം ജോണിന് തിരികെ മൊത്തം പലിശ അടക്കം എത്ര രൂപ കിട്ടും? അതായത് കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റാണ് പറഞ്ഞേക്കുന്നത്. അത് കാണാനൊരു ഫോർമുലയുണ്ട്. എ അതിനുശേഷം എത്ര വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന തുക എ സമം പി ഇൻറ്റു 1 + r/100 പി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മുതൽ 6 ലക്ഷം 1 + r, അതായത് പലിശ നിരക്കാണ് 6/100 എന്ന് പറയുന്നത്. 5%, അതായത് 5/100 ഹോൾ റേസ്റ്റ് വർഷങ്ങളുടെ എണ്ണം അത് തന്നെ 3. അതായത് 6 ലക്ഷം ഗുണം 1 + 5/100 ഇത് എൽസിയം എടുത്താൽ 1 × 100 + 5/100 അതായത് 105. 1 × 100 100 100 5 കൂടെ കൂട്ടിയാൽ 105/100 ഹോൾ ക്യൂബ്. അതായത് 6 ലക്ഷം ഗുണം 105/100 ഇൻറ്റു 105/100 ഇൻറ്റു 105/100. ഈ 0 എല്ലാം കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്കൊരു 21 3 105 105 ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 21 3 63 63 105² ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 6,94,575 രൂപ കിട്ടും. അത് ഓപ്ഷൻ ബി ആണ് ഉത്തരം.
ചോദ്യം ശ്രദ്ധിച്ച് വായിക്കാം. അതായത് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില. അതായത് ഒരു വസ്തുവിന് ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് 100 അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര? ഇരട്ടി വിലയ്ക്കാണ് വിൽക്കുന്നത്. 100 200 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇവിടെ കോസ്റ്റ് പ്രൈസ് 100 അതിൻ്റെ പകുതിയാണ് പറയുന്നത്. 100ൻ്റെ പകുതി എന്ന് പറയുമ്പം 50 വരും. 50 വരുമ്പോൾ ഇവിടെ അത് 200 വിൽക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് മാറുന്നില്ല, കോസ്റ്റ് പ്രൈസ് അതിൻ്റെ പകുതിയാണ് വിറ്റത്, ഇരട്ടി ഇതിന്. അപ്പോൾ നമുക്ക് ലാഭം എത്ര കിട്ടിയെന്ന് അറിയാൻ, ലാഭം എത്ര കിട്ടിയത്? 200 മൈനസ് 50, അതായത് 150 രൂപയാണ് ലാഭം കിട്ടിയത്. ലാഭ ശതമാനം കാണാൻ, ലാഭ ശതമാനമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭം എത്രയാണ് കിട്ടിയത്? 150 രൂപ സമം 150 രൂപ. എത്ര കോസ്റ്റ് പ്രൈസ്? ബൈ 50 ഇൻറ്റു 100, അതായത് 30 ഗുണം 10 300 കിട്ടും. 300% നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് 100 രൂപയ്ക്കാണ് സാധനം വാങ്ങിയത് കോസ്റ്റ് പ്രൈസ് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇരട്ടി വിലയ്ക്കാണ് വിൽക്കുന്നത്. അതുകൊണ്ട് 100 എന്നുള്ളത് സെല്ലിംഗ് പ്രൈസ്, വിൽക്കുന്ന വിറ്റ വിലയാണ് 200 വരും. ഇവിടെ നമ്മൾ കോസ്റ്റ് പ്രൈസ് ഒരു വസ്തുവിൻ്റെ പകുതി ഭാഗമാണ്. അതായത് പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 50 വരും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. 50 രൂപ വിലയുള്ള സാധനം 200 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ നമുക്ക് ലാഭം എത്ര കിട്ടി? ലാഭം കാണാൻ വേണ്ടി 200ൽ നിന്ന് 50 കുറയ്ക്കും, അതായത് 150 കിട്ടും. നമുക്ക് ലാഭ ശതമാനമാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. ലാഭ ശതമാനം കാണാൻ കിട്ടിയ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 എന്നാണ് ഫോർമുല. അതായത് ലാഭം എത്ര? 150. ഇവിടെ എത്ര? കോസ്റ്റ് പ്രൈസ് എത്ര? ബൈ 50 ഗുണം 100 0. 30 ഗുണം 10, അതായത് 300 കിട്ടും. 300% ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് 100 രൂപയ്ക്ക് വാങ്ങുന്നത് ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നു, 200 രൂപയ്ക്ക് വിൽക്കുന്നു. ഇവിടെ 100 അതിൻ്റെ പകുതിയെ വിൽക്കുന്നുള്ളൂ. അതായത് 100ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 50. ഇവിടെ കോസ്റ്റ് പ്രൈസ് 50 ആകുമ്പോൾ സെല്ലിംഗ് പ്രൈസ് 200. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 200ൽ നിന്ന് 50 കുറച്ചാൽ 150 രൂപയാണ് ലാഭം കിട്ടിയത്. ലാഭ ശതമാനം കാണാൻ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100, അതായത് കിട്ടിയ ലാഭം 150 ബൈ 50. 50 കോസ്റ്റ് പ്രൈസ് ഇവിടെ, ഇൻറ്റു 100, അതായത് 300% കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ജിയോമെട്രിക് പ്രോഗ്രഷൻ സമഗുണിത പ്രോഗ്രഷനാണ്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് AR AR² AR³ എക്സെട്ര. ഒരു പൊതുസംഖ്യ ഗുണിച്ച് എഴുതുക. അതിന് നമ്മൾ R എന്ന് പറയും, പൊതുഗുണിതം എന്ന് പറയും. ഇവിടെ നമുക്ക് AN എന്ന് പറയുന്നത് AR⁻n−1. ഇവിടെ നമുക്ക് A8 എന്ന് പറയുന്നത് A8 എന്ന് പറയുന്നത് AR⁸8−1, അതായത് AR⁻7. A11 എന്ന് പറയുന്നത് AR⁸8 തന്നിട്ടുണ്ട്. A5, അതായത് A5 എന്ന് പറയുന്നത് AR⁴4. അപ്പോൾ A8 ബൈ A5 എന്ന് പറഞ്ഞാൽ AR⁻7 ബൈ AR⁴4. AR⁻n−1. അപ്പോൾ A കട്ടായി പോയിട്ട് R⁻7 ബൈ R⁻4 എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടിടത്തും 4 കട്ടായിപ്പോയാൽ മുകളിലൊരു 3 വരും. R³ അതായത് A8 നമുക്കറിയാം 729 ബൈ A5 തന്നിട്ടുണ്ട് 27 എന്ന് പറയുന്നത് R³ ആണ്. അതായത് R³ എന്ന് പറയുന്നത് 3³ വരും. 3³ ആയാൽ R 3 വരും. ഇവിടെ 8ാം പദം നമുക്ക് തന്നിട്ടുണ്ട്. A8 എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 729. ഈ A8ൻ്റെ കൂടെ 3 തവണ 6 ഗുണിച്ചാൽ 11ാം പദത്തിലെത്തും. A11 കാണാൻ ഈ A8ൻ്റെ കൂടെ R ഇൻറ്റു R പൊതുഗുണിതം ഗുണിച്ച് എഴുതിയാൽ മതി. അതായത് A8 നമുക്കിവിടെ എത്രയാണ്? 729 ഗുണം 3 അതായത് 19,683 വരും. ജിയോമെട്രിക് പ്രോഗ്രഷനാണ് അതിൻ്റെ ആദ്യ പദം. AR AR² AR³ എക്സെട്ര അങ്ങനെ അത് പോകുന്നത്. ഒരു പൊതുവായിട്ടൊരു സംഖ്യ ഗുണിച്ചു പോകും. അതിനെ കോമൺ റേഷ്യോ പൊതുഗുണിതം എന്ന് പറയും. ഇവിടെ n-ാം പദം കാണാൻ AR⁻n−1. അപ്പോൾ 8ാം പദം AR⁻7. A8 അതായത് A8 ബൈ A5 എന്ന് പറയുന്നത്
AR/7/AR/4 ഈ എ കട്ട് ചെയ്ത് പോകും. 729/A5 എത്രയാണ് 27. 6/7/R/4 എന്ന് പറയുന്നത് 4 വീതം കട്ടായി പോയാൽ പിന്നെ ഇവിടെ R³ ഉള്ളത്. R³ എന്ന് പറയുന്നത് 27. ക്യൂബ് 3³ ആണ്. ഇപ്പോൾ അവിടെ പവർ തുല്യമായതുകൊണ്ട് ബേസിക് വെയിറ്റ് R എന്ന് പറയുന്നത് 3ആണ്. അപ്പോൾ A8ൻ്റെ കൂടെ വീണ്ടും R 3 തവണ ഗുണിക്കണം. A9, A10, A11, 11. അതായത് 6 × 729 ഗുണം 3 ഗുണം 3 ഗുണം 10,683 വരും. നമുക്ക് എഴുതി നോക്കാം 100 വരെയുള്ള സംഖ്യകൾ ഇവിടെ എഴുതി നോക്കാം. 2 സെക്ഷനായിട്ട് 8, 18, 28, 38, 48, 58, 68, 78, 88, 98, 80, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതിവിടെ 9 തവണ വന്നു, ഇവിടെ 11 തവണ വന്നു. അപ്പോൾ ആകെ എത്ര വരും? 11 + 9 20 തവണ വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 8, 18, 28, 38, 48, 58, 68, 78, 88, 98. ഇവിടെ എത്ര തവണ വന്നു? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 തവണ വന്നിട്ട് ഇവിടെ 80 മുതൽ എഴുതി നോക്കാം. 80, 81, 82, 83, 84, 85, 86, 87, 89, 88 ഇവിടെ എഴുതിയല്ലേ. ഇവിടെ ആദ്യം 11 തവണ പിന്നെ 9 തവണ. അപ്പോൾ 11, 9 കൂടെ ആകെ 20 തവണ വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 100 വരെയുള്ള എണ്ണൽസംഖ്യകൾ 8 ഉൾക്കൊള്ളുന്ന എണ്ണൽസംഖ്യ 8, 18. ഇവിടെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പറയാം. 5 പുരുഷന്മാരും 12 സ്ത്രീകളും അടങ്ങുന്ന ഒരു പ്രത്യേക ജോലി 78 ദിവസം അടങ്ങുന്ന ഒരു സംഘം. ഒരു പ്രത്യേക ജോലി അടങ്ങുന്ന സംഘം പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എത്രയാകും? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പറയാം. ഈ ആണുങ്ങൾ 5 പേര്, വിമൻ 12 പേര്, ഡേയ്സ് 78. 5 ഇതെത്രയാണ്? 12. ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 5, 12 × 78 ഡിവൈഡഡ് ബൈ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 വരും. ഇവിടെ 60 വരും. അതായത് 60 + 60 വരും. 5 × 12 × 78/120 10 വരും. 78/2 39 വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മെൻ 5, വിമൻ 12 ദിവസം എടുക്കും 78. അതായത് മെൻ 5, വിമൻ 12. അപ്പോൾ ഇത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 60 വരുന്നത്. 60 12 × 5 12 × 5 60. അതായത് നമുക്ക് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി. 5 × 12 ഇത് 3 കൂടെ ഗുണിക്കും. 5 × 12 × 78 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. 5 × 12 60, 12 × 5 60, 60 + 60. അതായത് 5 × 12 × 78/120 10 വരും. 78/2 വരും. 39 വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഹെലൻ്റെ പ്രായം 41, മകളുടെ പ്രായം 9 വയസ്സുമാണ്. എപ്പോഴും ഇവരുടെ തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് 32 ആയിരിക്കും. 41 9 പോകും 32. ഇവിടെ ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലാണ് 3:1. അതായത് ഹെലൻ്റെ പ്രായം മകളുടെ പ്രായത്തേക്കാൾ 3 ഇരട്ടിയാകും. അതായത് മകളുടെ എത്ര വർഷം കഴിഞ്ഞാന്ന് ചോദിച്ചാൽ ഈ അംശബന്ധം തന്നിട്ടുണ്ട്. ഹെലൻ്റെ പ്രായം 3 ഇരട്ടി മകളുടെ പ്രായത്തേക്കാൾ. അപ്പോൾ നമുക്ക് ഹെലൻ്റെ പ്രായം എത്ര വരും? 3x. മകളുടെ പ്രായം 1x. ഇതുമായിട്ട് ബന്ധപ്പെടുത്തപ്പെടുന്ന നമുക്ക് 3:1 എന്നുള്ള അംശബന്ധം തന്നാൽ ഹെലൻ്റെ പ്രായം 3x, മകളുടെ പ്രായം x. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര വരും? 3x - 1x, അതായത് 2x. വ്യത്യാസം എപ്പോഴും എത്ര തന്നെ ആയിരിക്കും? എത്ര വർഷം കഴിഞ്ഞാലും 32 വയസ്സ് തന്നെ ആയിരിക്കും. 2x 32 ആണെങ്കിൽ x 32/2 എന്ന് പറയുന്നത് 16 കിട്ടും. നമുക്ക് ഹെലൻ്റെ പ്രായമാണ് ഇവിടെ മകളുടെ പ്രായം കിട്ടി. അതായത് 3x എന്ന് പറയാം 3 × 16 എന്ന് പറയാം 48. അപ്പോൾ ഹെലൻ്റെ പ്രായം 41 48ആയി. 3 ഇരട്ടിയായി. 3 ഇരട്ടിയാകാൻ 41 48 ആകാൻ എത്ര വർഷം വേണ്ടും? 48 41 പോയി 7 വർഷം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ
ഹെലൻ്റെ പ്രായം 41, മകളുടെ പ്രായം 9. അവർ തമ്മിലുള്ള വ്യത്യാസം, പ്രായ വ്യത്യാസം ഇത് കുറച്ചാൽ 32 കിട്ടും. 41 9 പോലെ. അതായത് 3:1 എന്നൊരു അംശബന്ധം തന്നിട്ടുണ്ട്. അതായത് മകളുടെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാകുന്നു. അതായത് അംശബന്ധം 3:1. അതായത് 3x 1x പോയാൽ അവരുടെ പ്രായങ്ങളുടെ വ്യത്യാസം എത്രയാണ്? 32. 3x 1x പോയാൽ 2x 32 ആണ്. x സമം 32/2 16. അപ്പം ഹെലൻ്റെ പ്രായം കിട്ടാൻ 3x. 3x എന്ന് പറഞ്ഞാൽ 3 ഗുണം 16. 16x 16 എന്ന് കിട്ടിയല്ലോ, 48. ഹെലൻ്റെ പ്രായം 41, അപ്പോൾ 3 ഇരട്ടിയായല്ലോ മകളുടെ. ഇപ്പോൾ ഹെലൻ്റെ പ്രായം 41 48 ആകാൻ 48 41 കുറച്ച് 7 വർഷം എടുക്കും. 41 വയസ്സിൽ 48 ആകാൻ 7 വർഷം കഴിയണമല്ലോ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരു ക്യൂ തുടങ്ങുമ്പോൾ നിങ്ങൾ 2 അറ്റത്തുനിന്നും 9ാമത്തെ വ്യക്തിയാണെങ്കിൽ ക്യൂവിലാകെ എത്ര പേരുണ്ട്? അതായത് മുൻപിൽ നിന്നും 9ാമത്തെ വ്യക്തിയാണ്, ബാക്കിൽ നിന്നും 9ാമത്തെ വ്യക്തിയാണ്. രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. 18 1 പോലെ 17. ആകെ എത്ര പേരുണ്ട്? മുമ്പിൽ നിന്ന് 10ാമത്തെ, ബാക്കിൽ നിന്ന് 12ാമത്തെ എന്ന് പറഞ്ഞാൽ 12ഉം 10ഉം കൂടെ കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. ഇവിടെ ഒരു ക്യൂ തുടങ്ങുമ്പോൾ മുമ്പിൽ നിന്ന് 2 അറ്റത്തു നിന്നും 9ാമത്തെ വ്യക്തിയാണെങ്കിൽ ആ ക്യൂവിലാകെ എത്ര പേരുണ്ട്? അപ്പം മുമ്പിൽ നിന്ന് 9ാമത്തെ വ്യക്തിയാണ്, ബാക്കിൽ നിന്ന് 9ാമത്തെ. മുൻപിൽ നിന്ന് നോക്കിയാലും 9ാമത്തെ വ്യക്തി, ബാക്കിൽ നിന്ന് നോക്കിയാലും 9ാമത്തെ വ്യക്തി. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ 17 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 9 പേരെ അടങ്ങുന്ന 9 പേര് വിരമിച്ചപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ശരാശരി 64 പ്രായം, ശരാശരി പ്രായം. ഇവിടെ ഒരംഗം വിട്ടുപോയപ്പോൾ ശരാശരി 62 കുറയുന്നു. അങ്ങനെയാണെങ്കിൽ വിട്ടുപോയ ആളുടെ പ്രായം ശരാശരി കാണാനുള്ള ഫോർമുല ആകെ ഡിവൈഡഡ് ബൈ എണ്ണമാണ്. അപ്പോൾ ആകെ കാണാൻ ശരാശരി എണ്ണം കൂടെ ഗുണിച്ചാൽ മതി. അതായത് ശരാശരി 64 9 പേരുടെ. അപ്പോൾ അവരുടെ ആകെ കാണാൻ എന്ത് ചെയ്താൽ മതി? ശരാശരി എണ്ണം കൂടെ ഗുണിക്കുക. 64 9 കൂടെ ഗുണിക്കുക. അതായത് 576 വരും. ഇനി ഒരാൾ കുറഞ്ഞു, അപ്പോൾ 8 പേരായി എണ്ണം. ശരാശരി 62 എന്ന് തന്നിട്ടുണ്ട്. 62 8ഉം കൂടെ ഗുണിച്ചാൽ നമുക്ക് 496 വരും. അപ്പോൾ 9 പേരുടെ ആകെയിൽ നിന്ന് 8 പേരുടെ ആകെ പ്രായം കുറച്ചാൽ പോയ ആളിൻ്റെ കിട്ടും. അതായത് പോയ ആളിൻ്റെ പ്രായം കാണാൻ എന്ത് ചെയ്താൽ മതി? 576 നിന്ന് 496 കുറച്ചാൽ മതി, 80 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആവറേജ് തന്നിട്ടുണ്ട്, എണ്ണവും തന്നിട്ടുണ്ട്. അതായത് ആകെ കാണാൻ ശരാശരി എണ്ണം കൂടെ ഗുണിക്കും. 64 9 കൂടെ ഗുണിക്കുമ്പോൾ 576. ഒരാൾ കുറഞ്ഞപ്പോൾ ശരാശരി 62 തന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണം ഒരാൾ കുറഞ്ഞല്ലോ, 9ൽ നിന്ന് 1 പോയപ്പോൾ 8 ആയി. ശരാശരി എണ്ണം കൂടെ പുതിയ ശരാശരി എത്ര വരും? 62 8 കൂടെ ഗുണിച്ചാൽ 496 വരും. അപ്പോൾ 9 പേരുടെ ആകെ പ്രായത്തിൽ നിന്ന് 8 പേരുടെ ആകെ പ്രായം കുറച്ചാൽ ആ പോയ ആളുടെ പ്രായം കിട്ടും. അതായത് 80 കിട്ടുന്ന 576 496 കുറച്ചാൽ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ 5.25 മീറ്റർ നീളവും 5.10 മീറ്റർ വീതിയും, അതായത് ലെങ്ത് എത്രയാണെന്ന് 5.25 മീറ്റർ, അതങ്ങ് സെൻറ്റിമീറ്ററിലാക്കിയാൽ ചെയ്യാൻ എളുപ്പമുണ്ടാകും. 100 ഇട്ട് ഗുണിച്ചാൽ മതി. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 100 ഇട്ട് ഗുണിക്കുമ്പോൾ ഇതിൻ്റെ പോയിൻ്റ് അങ്ങ് പോകും. വീതി എന്ന് പറയുന്നത് 5.10 മീറ്റർ, അതും 100 ഇട്ട് ഗുണിക്കുമ്പോൾ 510 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇവിടെ ചതുരം, ഈ ചതുരത്തിൽ 525 സെൻറ്റിമീറ്റർ നീളവും 510 സെൻറ്റിമീറ്റർ വീതിയും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഉസാക HCF കാണും. 525 510, അതായത് 5 10 50 5 25 5 10 50 102. ഇനി 3 വെച്ച് 3 35 34. ഇനി ഇവിടെ കോമൺ ഫാക്ടേഴ്സ് ഇല്ല, അതുകൊണ്ട് ഇത് മാത്രം എടുത്താൽ മതി. ഉസാകയാണ് കാണുന്നത്. അതായത് 5 HCF ഇവിടെ എന്ത് വരും? 5 ഗുണം 3 15 വരും. ഇതിൻ്റെ HCF 15. അപ്പോൾ അങ്ങനെയുള്ള 15. ഇവിടെ സമചതുരം തന്നിട്ടില്ല. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ഇവിടെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ സമചതുരമാണ്. ഇംഗ്ലീഷിലത് പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി ലെവൽ എക്സാമിൽ. 15 അപ്പോൾ അത് കാണാൻ വേണ്ടി ആകെയുള്ള ഏരിയ വിസ്തീർണം കണ്ടിട്ട് ചതുര ടൈലുകളുടെ എണ്ണം, സമചതുര ടൈലുകളുടെ സ്ക്വയർ ടൈലുകൾ എത്ര എണ്ണം വേണമെന്നറിയാൻ ഈ മെത്തേഡിൽ ചെയ്താൽ മതി. ആകെയുള്ള വിസ്തീർണം കണ്ടിട്ട് ഒരു ടൈലിൻ്റെ വിസ്തീർണം കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 525 ആകെയുള്ളത് ചതുരാകൃതിയിലാണ്, മറ്റത് സമചതുരം. അതായത് ഇതിൻ്റേത് കാണാൻ വേണ്ടി അതിൻ്റെ HCF കാണും, ഉസാക കാണും. അതായത് 525 × 510 സമചതുരത്തിൻ്റെ വിസ്തീർണം
വാശാം സ്ക്വയർ. വാശാം അതോടെ എത്ര 15. 15 ഇൻറ്റു 15 1190 വരും. 35 34 കൂടെ ഗുണിക്കുമ്പം ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ 1190 ടൈലുകൾ വേണം. അപ്പോൾ ഇവിടെ ലെങ്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ചതുരാകൃതിയിലുള്ള ഇത് തറ, അതിൽ ടൈല് പാകണം. അപ്പോൾ അതിന് ചതുരാകൃതിയിലുള്ള ഇതിൻ്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. 5.25 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് സെൻറ്റിമീറ്റർ ആക്കിയാൽ എളുപ്പമുണ്ടാകും ചെയ്യാൻ. 525 100 ഇട്ട് ഗുണിച്ചാൽ മതി. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 5.25 ഇൻറ്റു 100 525 സെൻറ്റിമീറ്റർ. അതായത് 5.10 സെൻറ്റിമീറ്റർ വീതി എന്ന് പറയുമ്പോൾ 5.10 മീറ്റർ വീതി എന്ന് പറയുമ്പോൾ അതിനെ 100 ഇട്ട് ഗുണിച്ച് 510. അപ്പോൾ 525 510 HCF ഉസാക കാണുക. ഇവിടെ 5 പറ്റുന്നതുകൊണ്ട് ഇവിടെ 5 105 5 102 പിന്നെ 3 വെച്ച് പറ്റും. പിന്നെ 35 ആയതുകൊണ്ട് പൊതു ഘടകങ്ങളില്ല, അതുകൊണ്ട് ഇവിടുത്തെ ഇത് മാത്രം എടുത്താൽ മതി. 5 ഗുണം 3 വരെ HCF 15. അപ്പോൾ ഇവിടെ സ്ക്വയർ ഇങ്ങനെ എത്ര ഇതിൻ്റെ സ്ക്വയറിൻ്റെ 15 ഇതിൻ്റെ ഉസാക അതിൻ്റെ സൈഡാണ് വരുന്നത് സ്ക്വയർ. അതായത് 15 വരുന്നത്. 15 സമചതുരമായതുകൊണ്ട് 15 സ്ക്വയർ. സമചതുരമായതുകൊണ്ട് 15 സ്ക്വയർ. അതായത് വലിയ ചതുരത്തിൻ്റെ വിസ്തീർണം നീളം ഗുണം വീതി 525 ഇൻറ്റു 510 ബൈ സമചതുരത്തിൻ്റെ ആയതുകൊണ്ട് 15 ഗുണം 15 വശം സ്ക്വയർ. ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് 35 ഇൻറ്റു 34 അതായത് 1190 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. നമ്മളെല്ലാ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കം ഗുണിച്ചിട്ട് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്കം നോക്കിയാൽ മതി. 5 ഗുണം 7 ഗുണിക്കുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്തേക്കം 35, ഒറ്റയുടെ സ്ഥാനത്തേക്കം 5. പിന്നെ ഇവിടെ 9 ആവുള്ള, ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ 9 ആവുള്ള. 5 ഗുണം 9 45 വരും. അതിലെ ഒറ്റയുടെ സ്ഥാനത്തേക്കം 5 ആണ്. പിന്നെ ഇവിടെ ഒരു 1 ആണുള്ള ഒറ്റയുടെ സ്ഥാനത്തേക്ക്. ഈ 5ഉം 1ഉം കൂടെ ഗുണിക്കുമ്പോൾ 5 വരും ഇവിടെ വരുമ്പോൾ. പിന്നെ ഇവിടെ 5 ആണുള്ളത് ഒറ്റയുടെ സ്ഥാനത്തേക്ക്. അതിൻ്റെ കൂടെ ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 5 ഗുണിക്കുക. 5 5 കൂടെ ഗുണിച്ചാൽ 25 ഒറ്റയുടെ സ്ഥാനത്തേക്കും 5 വരുന്നത്. പിന്നെ ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്തേക്കും 6 5 കൂടെ ഗുണിച്ചാൽ 30 ഒറ്റയുടെ സ്ഥാനത്തേക്കാം 0 ആണ് വരുന്നത്. ഒറ്റയുടെ സ്ഥാനത്തേക്ക് ഇതെല്ലാം കൂടെ ഗുണിച്ചിട്ട് 0 വരുന്നതെങ്കിൽ നമുക്ക് 100 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 5 7 കൂടെ ഗുണിക്കുമ്പോൾ 35 ഒറ്റയുടെ സ്ഥാനത്തേക്ക് 5. പിന്നെ ഇവിടെ 9 ആവുള്ള, 9ഉം കൂടെ ഗുണിച്ചാൽ 45 അപ്പോഴും ഒറ്റയുടെ സ്ഥാനത്തേക്ക് 5 ആണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 1 ആണ്. ഈ 5ഉം 1ഉം കൂടെ ഗുണിച്ചാൽ 5 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരെയായി. ഇനി വീണ്ടും ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തേക്കം ഗുണിക്കുക. 5 ഇൻറ്റു 5 25 അപ്പോഴും ഒറ്റയുടെ സ്ഥാനത്തേക്കും 5 ആണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ വരെയായി. പിന്നെ ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്തേക്കം 6 ആണ്. അതിൻ്റെ കൂടെ 6 ഗുണിച്ചാൽ 30 ആണ് വരുന്നത്. അവിടെ ഒറ്റയുടെ സ്ഥാനത്തേക്കം 0 ആണ്. ഈ ഗുണിച്ച് കിട്ടുന്ന ഒറ്റയുടെ സ്ഥാനത്തേക്കം 0 ആണെങ്കിൽ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ്. ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഡിഗ്രി പ്രിലിംസ് എക്സാം, ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ പ്രിലിമിനറി പരീക്ഷ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതിലേക്ക് 6 മാസം അപ്രോക്സിമേറ്റ് ഉണ്ട്. അതിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനായി നിങ്ങളെല്ലാവരെയും ഈ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മെഗാ റിവിഷൻ ശ്രീമാത്സിൽ തുടരുന്നതാണ്. ശ്രീമാത്സിൽ ധാരാളം PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും തുടർന്നും ഇതിലേക്ക് ഈ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഇത് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.